Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Hi all, this is Cock. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ എൻട്രി. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. പഴയ ചളി പരിപാടിയൊക്കെ നിർത്തി ദിസ് ഈസ് മൈ കംബാക്ക് എന്നുള്ള സാധനം കാണിക്കുകയാണ്. ഒരു കാര്യമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചളി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അപരാധം കച്ചറ ലംബ് എന്ന് പറഞ്ഞ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആറ്റുകാൽ ഭാസ്കര അങ്ങനെയൊക്കെ വഴിയില്ലോ. അൺസഹിക്കബിൾ. കാണിക്കുന്ന മുഴുവൻ അപരാധം അതുപോലത്തെ വെറുപ്പിക്കൽ ക്യാരക്ടേഴ്സ്. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. കോയിന്നംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ദിലീപേട്ടൻ ഇങ്ങനെ ഇങ്ങനെ മറ്റേ വാ തുറന്നിട്ടുള്ള പുള്ളിയുടെ മാസിൽ ഇങ്ങനെ സെക്കൻഡിനെ മറ്റേ ഇങ്ങനെ ആ ഒരു സാധനല്ലേ. VFXന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അതൊന്നും പറയണ്ട, പോട്ടെ. പിന്നെ ശ്രീനിവാസന്റെ മക്കളായിട്ടുള്ള പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും നമ്മളെയാണല്ലോ മച്ചമ്പി. ധ്യാൻ വല്ലാതെ വെറുപ്പിച്ചിട്ടില്ല. ധ്യാന്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. ധ്യാൻ വന്നിട്ട് ധ്യാന്റെ ഡയലോഗ് ഡെലിവറിയും ഡബിംഗ് ഒക്കെ നന്നായിരുന്നു. മൊത്തം എക്സെൻട്രിക് ആയിട്ട് പടം കാണിച്ചിരിക്കുന്നത്. ഇത് ഓവർ ദ ടോപ്പാണ്. ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവരാതെ കാണിക്കില്ല എല്ലാവരും. സാൻഡി മാസ്റ്റർ പുള്ളി മറ്റേ ലോകയിലൊക്കെ കിട്ടാൻ ക്യാരക്ടർ ആയിട്ട് നിൽക്കുക മലയാളത്തിലെ ആളുകൾക്കിടയിൽ. അപ്പോഴാണ് തമിഴ്നാട് പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളിയെ അവരവച്ച് കൊടുത്തത്. അങ്ങനെ ഇനിയാണ് ലാലേട്ടന്റെ വരവാണ്. ലാലേട്ടന്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ഇത് വേഴ്സ്റ്റ് കാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. ഗോവിന്ദ ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. ലാസ്റ്റ് ഒരു കാട്ടിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നു, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടന്റെ കഥ. എന്റെ പൊന്നു ജമീലേ, അവളുടെ നാക്കിനെല്ലില്ല. അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ. അപ്പുറ സൈഡിൽ പോട്ടെ, ദിലീപ് കാണിക്കുന്ന പോട്ടെ, പുള്ളിയുടെ സിനിമയാണെന്ന് വിചാരിക്കാം. ഇതിൽ കയറി ലാലേട്ടൻ കോമാളിത്തരം കാണിച്ചതിനാണ്. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. എവിടെ നശിപ്പിച്ചു? സമാധാനമായല്ലോ, അനുഭവിച്ചു. എന്താ ഗില്ലി ബാല, ഇതിന്റെ പേരാണ് ഗില്ലി ബാലൻ. എന്നിട്ട് പറയാൻ ഗില്ലി ബാലയാണ് ദില്ലി ബാലയല്ല. അതിടക്കിടയ്ക്ക് പറയാം. എന്തൊരു ഉറപ്പിക്കലാണേ. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക. കോമാളിത്തരം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുക. പിന്നെ എന്താ ചെയ്യാ? ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നെ. ഇത് വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാതെ നാറി, ആകെ നാറി.